ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗിൽ ഒരുപാട് പേര് ഭയക്കുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ് ഹാഫ് ക്ലച്ച്. ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഒരു പേടി സ്വപ്നമാണ്. കാരണം ഒരു വാഹനം നിർത്തിയെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ട്രിപ്പിനോ സെക്കൻഡ് ട്രിപ്പിനോ ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തില്ല. വണ്ടി എടുക്കുമ്പോൾ നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം. ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളിലേക്ക് വാഹനം എത്തുമ്പോൾ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രോബ്ലമായിട്ട് പല ആൾക്കാർക്കും വരാറുണ്ട്. പലരുടെയും മൈൻഡ് ഔട്ടായി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിലും നിങ്ങൾക്ക് നല്ലൊരു എളുപ്പ വഴി ഹാഫ് ക്ലച്ച് പഠിക്കാനായിട്ടില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു എളുപ്പ വഴി നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ വാഹനം പഠിക്കുന്ന തുടക്കക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ ടെക്നിക്കേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്ന് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് എടുത്താൽ ഈ ഒരു പ്രശ്നം ഈസി ആയിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇതിനൊരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് ഇതിലൊരു എളുപ്പവഴി ഈ ഒരു കാര്യം പഠിച്ചെടുക്കാനായിട്ടില്ല. ഞാൻ അത്രയും സിമ്പിളായിട്ട് ഈ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ ഇത് ജസ്റ്റ് ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് പ്രാക്ടീസ് എടുക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ മുന്നോട്ടെടുക്കുന്ന സമയത്ത് ചിലപ്പം വളരെ ഈസി ആയിട്ട് വാഹനം ക്ലച്ച് അയച്ച് റിലീസ് ചെയ്ത് വണ്ടി നീക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി വളരെ സിമ്പിളായിട്ട് മുന്നോട്ടെടുത്ത് പോകും. അപ്പം നിങ്ങൾ ഓർക്കും, ഹാഫ് ക്ലച്ച് എനിക്ക് കിട്ടി, ഞാൻ വണ്ടി വളരെ സിമ്പിളായിട്ട് എടുത്തല്ലോ എന്ന് കരുതും. എന്നാൽ നിങ്ങൾ അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് വണ്ടി എന്ത് ചെയ്ത് എടുത്തു പോകുമല്ലേ, ക്ലച്ച് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വണ്ടി നിരന്തരം ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും. ഇത് പലർക്കും സംഭവിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ നേരത്തെ ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തപ്പോൾ ഈസി ആയിട്ട് എടുത്ത് കിട്ടി, എന്നാൽ ഇപ്പം ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി എന്താണ് നിരന്തരം ഓഫായി പോകുന്നത്, അപ്പം എനിക്ക് ഹാഫ് ക്ലച്ച് കറക്റ്റ് ആയില്ലേ എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് വരും. എന്നാൽ ഇതുപോലെ തന്നെ നിങ്ങൾ നല്ലൊരു കയറ്റത്തിലേക്ക് വാഹനമായിട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, വാഹനം നല്ല രീതിയിൽ ഓഫായി പോകുന്നൊരു പ്രശ്നം പല ആൾക്കാർക്കും സംഭവിക്കാറുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. ഈ അബദ്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ അബദ്ധം കൊണ്ട് ഈ ഒരു കാര്യം പഠിച്ചെടുത്ത സമയത്ത് ചെയ്ത ചെറിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഹാഫ് ക്ലച്ച് കറക്റ്റ് ആക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ റീസൺ. ഇനി നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്, ബ്രേക്കേ വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, വണ്ടിയുടെ താക്കോല് ഞാനിത് ജസ്റ്റ് ഓൺ ചെയ്ത് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക, ഞാൻ എൻ്റെ വണ്ടി ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ഞാൻ ആക്സിലറേറ്റർ പെഡലിൽ ജസ്റ്റ് കാല് വെച്ചിട്ടേ ഉള്ളൂ. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ക്ലച്ച് ഞാൻ പതുക്കെ റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുന്നേ ഇല്ല. നിങ്ങൾ നോക്കിയേ, ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ ഇതുണ്ടോ, വാഹനം ഇവിടെ വളരെ ഈസി ആയിട്ട് എടുത്ത് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് കിട്ടി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് കിട്ടുന്ന ഒരു സാഹചര്യം വന്നു, നിങ്ങൾ വണ്ടി എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ വാഹനം എടുക്കാനായിട്ട് നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ ക്ലച്ച് അയച്ച് വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തെല്ലാം വണ്ടി ഇതുപോലെ ഓഫായി പോവാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നല്ല നിരപ്പായിട്ടുള്ള പ്രതലത്തിലോ അല്ലെങ്കിൽ നിരപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലവും ചെറിയ രീതിയിലുള്ള ഒരു ഇറക്കം പോലെയുള്ള ഒരു ഏരിയയോ ആണ് നിങ്ങൾ വാഹനം എടുക്കുന്നതെങ്കിൽ ക്ലച്ചെ തന്നെ വണ്ടി നീങ്ങും. അപ്പം നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളുടെ വണ്ടി ക്ലച്ച് റിലീസ് ചെയ്ത് നീങ്ങുന്നത് എപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിൽ പല ആൾക്കാർ ഇത് ശ്രദ്ധിക്കാറില്ല. അതായത് നിരപ്പായിട്ടുള്ള നല്ല ഒരു പ്രതലമാണെങ്കിൽ ക്ലച്ച് മാത്രം അയക്കുമ്പോൾ വണ്ടി നീങ്ങും. ചെറിയ ഇറക്കം കൂടിയ ഒരു പ്രതലവും നിരപ്പുമാണ്, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറക്കമായിട്ട് തോന്നത്തില്ല, പക്ഷെങ്കിൽ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ വണ്ടി
ഉരുളാനായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ള രീതിയിലുള്ള ഒരു നിരപ്പ് പോലെയുള്ള ഒരു ഇറക്കം അത്തരത്തിലുള്ള റോഡാണെങ്കിൽ ക്ലച്ച് അയക്കുമ്പോൾ നീങ്ങും. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ വാഹനം ഫസ്റ്റ് ഗിയറിൽ ക്ലച്ച് അയക്കുമ്പോൾ തന്നെ വണ്ടി എന്ത് ചെയ്യും? ഈസി ആയിട്ട് നീങ്ങും. എന്നാൽ നിങ്ങളുടെ വണ്ടി ഒരു നിരപ്പ് പോലെ ഉള്ള ഒരു പ്രതലവും ചെറിയൊരു സ്ലോപ്പും ഉണ്ട്, ഒരു കയറ്റമുണ്ട്. എന്നാൽ വലിയ കയറ്റമൊന്നും അല്ല, നിരപ്പായിട്ട് തോന്നും, എന്നാൽ ഒരു ഇത്തിരി കയറ്റം പോലെ തോന്നുന്ന ഏരിയ. അവിടെ നിങ്ങൾ എത്ര ക്ലച്ച് മാത്രം അയച്ചാലും എന്ത് ചെയ്യും? വണ്ടി നീങ്ങത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ആദ്യം എടുത്ത മെതേഡിൽ തന്നെ ക്ലച്ച് അയച്ച് ഇത്തിരി കയറ്റം പോലെയുള്ള ഏരിയയിൽ എടുക്കാൻ നോക്കും. അപ്പോൾ അവിടെ വണ്ടി എന്ത് ചെയ്യും? ഓഫായി പോകും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ആ നിരപ്പ് പോലെ തന്നെ നിൽക്കുന്ന ഒരു പ്രതലമാണ്, ചെറിയൊരു കയറ്റമുണ്ട് എനിക്കിവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കയറ്റമല്ല, ഒരു ചെറിയ സ്ലോപ്പേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കുന്ന മെതേഡിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കിട്ടത്തില്ല. അപ്പം നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിവിടെ കയറ്റത്ത് എടുക്കുകയാണ്. കയറ്റത്ത് ചെറിയൊരു സ്ലോപ്പ് പോലെയുള്ള ഏരിയയിലാണ് ഞാനിത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഏകദേശം ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ഒരു ഇത്തിരി ആക്സിലറേഷൻ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇതേ ഞാൻ വലിയ കയറ്റമല്ല, ചെറിയൊരു കയറ്റമേ ഉള്ളൂ. ഇതേ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു. മുന്നോട്ട് നല്ല രീതിയിൽ കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പതുക്കെ കാല് റിലീസ് ചെയ്യണം. ഒറ്റയടിക്ക് എടുത്തു കഴിഞ്ഞാൽ ഓഫായി പോകും. ആക്സിലറേഷൻ കൊടുത്തു എന്ന് ഉറപ്പ് വരുത്തുകയും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യണം, ആക്സിലറേഷൻ കൊടുത്തോണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളുടെ വാഹനം എടുത്തു കിട്ടും. നിങ്ങൾ എപ്പോഴും നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ക്ലച്ച് മാത്രം അയച്ച് എടുക്കുന്ന രീതി മനസ്സിലാക്കിയിട്ട് എല്ലാ സാഹചര്യങ്ങളിലും അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും വാഹനം എന്ത് ചെയ്യും? ഓഫായി പോകുന്നത്. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ക്ലച്ച് അയച്ചെടുക്കും, ഇത്തിരി നിരപ്പും ഇത്തിരി കയറ്റമാണെന്ന് തോന്നുന്ന ഏരിയയിൽ നിങ്ങൾ ക്ലച്ച് മാത്രം അയക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി കിട്ടത്തില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാഫ് ക്ലച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് കറക്റ്റ് ആകണം. എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളെ നിരപ്പായിട്ടുള്ള പ്രതലത്തിലും കയറ്റത്തും നല്ല കയറ്റത്തും നിങ്ങളെ കാണിച്ചു തരാം. ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾ ഇനി പ്രാക്ടീസ് എടുക്കണം. അതായത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുമ്പോൾ ക്ലച്ചെ മാത്രം നിങ്ങൾ ഒരിക്കലും വണ്ടി നീക്കരുത്. ക്ലച്ചെ മാത്രം നീക്കി നിങ്ങൾ ശീലിക്കരുത്. എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. ഓക്കെ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്ത് വരിക. റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് അടുത്ത് വരുമ്പോൾ നിങ്ങൾ വാഹനത്തെ ക്ലച്ചെ തന്നെ നിർത്തണം. വണ്ടിയെ നീക്കരുത്. വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ക്ലച്ചിൻ്റെ പോയിന്റ് അവിടെ ബാലൻസ് ചെയ്ത് നിങ്ങൾ ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ഏതാണോ എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിരപ്പ് പ്രതലത്തിലാണെങ്കിലും വണ്ടി എടുക്കുമ്പോൾ ഇത്തിരി എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കൊടുത്തെടുത്ത് ശീലിക്കുക. അപ്പം വണ്ടി നമുക്ക് സ്മൂത്ത് ആയിട്ട് എടുക്കുക. ഇതേ ആക്സിലറേഷൻ ഞാൻ ഇനി ഇവിടെ കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയണം. അതിനർത്ഥം ചവിട്ടി ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാനല്ല പറയുന്നത്. ലൈറ്റ് ആയിട്ട്, അതായത് തൊട്ടൊരു ആക്സിലറേഷൻ നമ്മളൊന്ന് മുന്നോട്ടൊന്ന് ചവിട്ടി ചെറുതായിട്ട് പിടിക്കുക. ചെറിയൊരു സൗണ്ട് നമുക്ക് കേൾക്കുന്ന രീതി. ഇതേ ഒന്ന് ലൈറ്റായിട്ട് ചെറുതായിട്ട് കൊടുത്തു പിടിക്കുന്നു. കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അയക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി ഈസി ആയിട്ട് എടുത്ത് കിട്ടും. അപ്പം നമ്മൾ ഈസി ആയിട്ട് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കുന്നു. ഒരു നിരപ്പ് ചെറിയൊരു കയറ്റമാണെങ്കിലും ഈ സെയിം പരിപാടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ചെറിയ കയറ്റത്തോട് കൂടിയ സ്ഥലത്ത് നമ്മൾ എടുക്കും. ഇപ്പം നിങ്ങൾ നോക്കി, ഇത് ഇവിടെ ചെറിയൊരു ഒരു കയറ്റമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ലൈറ്റായിട്ട് ആക്സിലറേഷൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് ഒരു കാരണവശാലും വണ്ടി ഓഫ് ആകത്തില്ല. ക്ലച്ചെ മാത്രം എടുക്കുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി നിരന്തരം നിങ്ങൾക്ക് ഓഫായി പോകുന്ന ഒരു പ്രശ്നം വരും. ഇനി നല്ല കയറ്റത്തിലേക്ക് ഞാൻ ഈ വണ്ടി ഒന്ന് കയറ്റിയിട്ട് കയറ്റത്തെടുക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിച്ചു തരാം. നല്ലൊരു വില്ലേജ് റോഡാണ്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു കയറ്റം തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അത്യാവശ്യം ഞാൻ ഇവിടെ വാഹനം ഒന്ന് നിർത്തിയിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നിരപ്പത്തെടുത്ത് ആക്സിലറേഷൻ കൊടുത്താൽ മതിയോ? നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. നല്ലൊരു കയറ്റ് തന്നെ വണ്ടി നിൽക്കുകയാണ്. നിരപ്പത്തെടുത്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കയറത്തില്ല. ഇനി നമ്മുടെ വാഹനത്തിൽ ഇവിടെ കോ ഡ്രൈവർ സീറ്റിൽ ഒരാളുണ്ട്, പുറകിൽ ഒരു 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ആളുടെ വെയിറ്റും വണ്ടിയുടെ വെയിറ്റും കൂടെ വരുമ്പോൾ വണ്ടി നീങ്ങുമോ? ഒരിക്കലും നീങ്ങത്തില്ല. അപ്പം നമ്മൾ ഓരോ കയറ്റത്തിന് ആനുപാതികമായിട്ടുള്ള ആക്സിലറേഷൻ നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം. ഇപ്പോൾ ഈ കയറ്റത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് നമുക്ക് കാലെടുക്കാൻ പറ്റത്തില്ല, കാരണം ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ വണ്ടി പുറകിലേക്ക് പോകും. അപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചോണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ ആ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ കയറ്റത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ക്ലച്ച് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത്
വണ്ടിക്കുള്ളിൽ നല്ല വിറയലുണ്ടാകും. ആ വിറയൽ പോയിന്റാണ് നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഇത് നിരന്തരം ഓഫായി പോകും. ഇത് പ്രാക്ടീസ് എടുത്താലേ ഇത് ശരിയാകത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം ഓഫായി പോകുന്നത് മൈൻഡ് ചെയ്യാതെ പ്രാക്ടീസ് എടുക്കുക. അതൊരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ഹെൽപ്പോട് കൂടി നിങ്ങൾ പ്രാക്ടീസ് എടുക്കുക. എന്നിട്ട് കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് വേഗത്തിൽ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുക്കുന്നു. ഇത് മുന്നോട്ട് ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യുകയാണ്. ആക്സിലറേഷൻ കൊടുത്തോണ്ടാണ് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കയറ്റത്തിന്റെ അളവനുസരിച്ചുള്ള ഒരു ആക്സിലറേഷൻ ഞാൻ ഓൾറെഡി കൊടുത്തു. ഇതേ വീണ്ടും നിങ്ങളെ കാണിച്ചാൽ ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുന്നു, ക്വിക്ക് ആക്സിലറേഷൻ, എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്യാണ് ആക്സിലറേഷൻ കൊടുത്തോണ്ട്. അപ്പം നമ്മുടെ വാഹനം കണ്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എടുത്തു കിട്ടി. ഇത് നിങ്ങൾ ഈ രീതിയിൽ പ്രാക്ടീസ് എടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റിദ്ധാരണകൾ, അതായത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നിങ്ങൾ എടുക്കുമ്പോൾ ചിലപ്പോൾ എടുത്തു കിട്ടും, ചിലപ്പോൾ ഓഫായി പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാവണം. അതിൻ്റെ റീസൺ ഒന്ന് മാത്രമാണ്, നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നില്ല. അതിനർത്ഥം അമിതമായിട്ട് നിരപ്പ് ആയിട്ടുള്ള പ്രതലത്തിൽ ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുക എന്നുള്ളതല്ല, ലൈറ്റായിട്ട് കൊടുത്തെടുക്കുക. കയറ്റത്തിലേക്ക് വരുമ്പോൾ കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ്റെ അളവ് കൂട്ടുക. ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊക്കിയെടുക്കരുത്. അങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അങ്ങനെ തന്നെ മുന്നോട്ട് ചാടി ഓഫായി പോകും. പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നമ്മൾ നീക്കാൻ ശ്രമിക്കുക, ആക്സിലറേഷൻ കൊടുത്ത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. നിങ്ങൾക്ക് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുത്ത സമയത്ത് ഞാൻ പലരും ഈ മിസ്റ്റേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ.